കഴിഞ്ഞ 3-4 ദിവസമായി നമ്മൾ വിവിധ സ്ഥാനാർത്ഥികളെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ്. അവരുടെ പ്രതീക്ഷകൾ, അവരുടെ ആത്മവിശ്വാസം, അവരുടെ സ്വപ്നം, എങ്ങനെ ജയിച്ചാൽ എന്ത് ചെയ്യും, ഇതൊക്കെ അവർ പറഞ്ഞു തുടങ്ങിയ സമയമാണല്ലോ. അപ്പോൾ ഈ തിരക്കിനിടെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒപ്പം ചേർന്നു. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണല്ലേ? അതെ, 2020 സ്ഥാനാർത്ഥിയാണ്. തൃപ്പൂണിത്തുറയിലെ 2020 സ്ഥാനാർത്ഥി അഞ്ജലി നായർ നമുക്കൊപ്പം ചേരും. അഞ്ജലിക്കൊപ്പം കൊച്ചിയിലെ റിപ്പോർട്ടർ മിഥുൻ അയ്യപ്പനും ഒപ്പമുണ്ട്. പുതിയകാവ് ക്ഷേത്രത്തിന് സമീപത്താണ് ഇരുവരുമുള്ളത്. ആ വിശേഷങ്ങളിലേക്ക് പോകാം. മിഥുൻ, തീർച്ചയായിട്ടും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയകാവ് ക്ഷേത്ര പരിസരത്താണുള്ളത്. ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽപ്പെടുന്ന ക്ഷേത്രമാണിത്. എനിക്ക് പുറകിൽ തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി ഉണ്ട്, അഞ്ജലി നായർ. സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്തേന് നമ്മൾ തത്സമയം വന്നിരുന്നു. 5 ദിവസമായി, 4-5 ദിവസമായി അല്ലേ? 4ാമത്തെ ദിവസമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം. തൃപ്പൂണിത്തുറ എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥി? തൃപ്പൂണിത്തുറ എന്ന നാടല്ലേ, അപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടുതൽ ഒരുപാട് പേരുടെ ഒരു എനർജി, ഒരു സപ്പോർട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും പേര് നമ്മുടെ നാടാണെങ്കിലും നമുക്ക് സുപരിചിതരായ ഒരുപാട് പേരുണ്ടെങ്കിലും അപരിചിതരായ ഒരുപാട് പേരുടെ സ്നേഹം കൈപ്പറ്റാൻ പറ്റി 4 ദിവസം കൊണ്ട്. അതുകൊണ്ട് വളരെ ശുഭപ്രതീക്ഷയാണ്. ബാക്കിയെല്ലാം പിന്നെ 4-ാം തീയതി ജനങ്ങളുടെ വിധിയും ദൈവത്തിൻ്റെ ഒരു വിധിയായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. വോട്ടർമാരുടെ ഭാഗത്ത് നിന്നിട്ടുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ക്ഷേത്രത്തിൽ കയറി, ഇപ്പോൾ തൊട്ട് പുറകിൽ ആ ഗ്രൗണ്ടിൽ കയറി നല്ല എനർജറ്റിക് ആയിട്ടാണല്ലോ. എനിക്ക് വേണ്ടി 6 അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വോട്ട്. അതെ, നമ്മൾ ഓരോ സ്ഥലത്ത് സന്ദർശിക്കുമ്പോഴും അവരുടെ ഓരോ സ്നേഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിപ്പോൾ ഇന്നലെ നമ്മൾ കുറേ പള്ളികളിൽ പോയി, പല സ്ഥലങ്ങളിൽ ഇന്നലെ ഒരു ഗ്രൗണ്ട് വിസിറ്റ് ചെയ്തു. ഒരുപാട് പേരുടെ വീടുകളിൽ മുഖ്യധാരയിലുള്ള പ്രവർത്തകരുടെ വീട്ടിൽ പോയി. എല്ലാവരും ഒരേപോലെ അവരുടെ വാത്സല്യം എനിക്ക് തരുന്നുണ്ട്. അവരുടെ വോട്ട് ഉണ്ടാകുന്ന ഉറപ്പ് തരുന്നുണ്ട്. അവരെനിക്ക് വേണ്ടി നല്ല ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന ഉറപ്പ് തരുന്നുണ്ട്. അപ്പം അത് തന്നെ നമുക്കൊരു സന്തോഷം തന്നെയാണല്ലോ. നമ്മൾക്ക് ഒരു ജയിച്ച പ്രതീതി തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ബാക്കിയൊക്കെ കാണാം, നോക്കാം. അപ്പോൾ തന്നെ നമ്മൾ ആദ്യ ഇന്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു രാഷ്ട്രീയക്കാരിയാകണം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സിൽ ഉണ്ടാവണം എന്നുള്ളത് ഒരു വീട്ടുകാരുടെ ഒരു താല്പര്യമുണ്ട്. അച്ഛൻ്റെ ഒക്കെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു എങ്ങനെ അത്തരം ഒരു സ്വപ്നത്തിൽ? സാധാരണ അങ്ങനെ ആരും പ്രതീക്ഷിക്കില്ല. നമ്മൾ ഏതെങ്കിലും ഒരു IAS കാര്യമാവണം അല്ലെങ്കിൽ IPS കാര്യമാവണം എന്നൊക്കെ ആയിരിക്കും വീട്ടുകാർ ആഗ്രഹിക്കുക. ഒരു പൊളിറ്റീഷ്യൻ ആകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ അച്ഛനെ വന്നു. അത് ഞാൻ ചെറുതിലെ അച്ഛന് ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പല വീടുകൾ ടൗണിൽ തന്നെ താമസിച്ച് മാറുമായിരുന്നു. അപ്പം ഞാൻ ഏത് വീട്ടിൽ പോയാലും അവിടെ നിന്ന് ഒരു 20 വീട് ഇങ്ങോട്ടും 20 വീട് അങ്ങോട്ടും എനിക്ക് എല്ലാവരെയും പരിചയമാണ്. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പോലും ഞാനാണ് സമയം കണ്ടെത്തി ചെയ്തു കൊടുക്കുക. അപ്പം എല്ലാ കോർഡിനേഷൻ, അത് അടുത്ത് കൂടെ പോണ വയ്യാവേലിയും തലവേദനകളും എല്ലാം ഞാൻ എടുത്ത് എൻ്റെ ഒരു വീട്ടിലെ പ്രശ്നം എൻ്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ ഞാൻ തീർത്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോഴും ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പോകുമ്പോൾ ഇവളുടെ കോർഡിനേഷൻ, ഇവള് രാഷ്ട്രീയത്തിൽ ഇവളെന്തെങ്കിലും ആയിത്തീരും എന്നിങ്ങനെ എപ്പോഴും പറയും. അപ്പോൾ ആ വാചകങ്ങൾ സത്യമായ പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത് സത്യമാവട്ടെ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ആഗ്രഹം, ഒരു മാനിഫെസ്റ്റേഷൻ അത് സത്യമാവട്ടെ. അല്ലാതെ അച്ഛന് ഒരുപക്ഷെ ഞാൻ രാഷ്ട്രീയത്തിൽ വരണം എന്നൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല, അത് നിഷ്കളങ്കമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ എനിക്കിങ്ങനൊരു കാര്യം വിളി വന്നപ്പം ആ നിയോഗം എനിക്കാണ്. എൻ്റെ നാട്ടിൽ തന്നെ കിട്ടിയപ്പം ഉറപ്പിച്ച് പൂർണ്ണത്രേശനത് എനിക്ക് തന്ന ഓഫറാണ് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ആ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ടായിരുന്ന കുറച്ച് ആളുകളോട് പറഞ്ഞത്, എനിക്ക് രാഷ്ട്രീയത്തിലെ കുതന്ത്രമൊന്നും അറിയില്ല, തുടക്കമാണതാണ്. അങ്ങനെ നിഷ്കളങ്കമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് ഞാനിപ്പോൾ 37 വർഷം ഈ ഭൂമിയിൽ വന്നിട്ട് എനിക്ക് ഇതുവരെ ഒരു മാറ്റം ഉണ്ടതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം എന്നൊരു മേഖലയിൽ വന്നതുകൊണ്ട് മാത്രം എന്തിനാണ് നമ്മൾ മാറുന്നത്? ഞാനിങ്ങനെയാണ്, വളരെ സാധാരണക്കാരിയാണ്, എല്ലാവരോടും ഒരേപോലെ ഇടപഴകുന്നതാണ്. അത് ഏത് മേഖലയിലാണെങ്കിലും, ബിസിനസ്സിലാണെങ്കിലും സിനിമയിലാണെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് ഈ ഒരു മേഖലയിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഇവരിലൊരാളായിരിക്കും. തൃപ്പൂണിത്തുറയിലെ ഒരു സാധാരണക്കാരിയായിട്ട് തന്നെയാണ്, സിനിമാക്കാരിയായിട്ട് കാണരുതെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം കൂടിയാണ്. ഒപ്പം തന്നെ ഈ തൃപ്പൂണിത്തുറ പോലുള്ള മണ്ഡലത്തിൽ ഞാൻ ആദ്യം സംസാരിച്ച ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വലിയൊരു സർപ്രൈസ് എൻട്രി ആയിരുന്നു എന്നുള്ളതാണ്. കാരണം തൃപ്പൂണിത്തുറ വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഒരു പരമ്പരാഗത പൊളിറ്റീഷ്യൻ തന്നെ മത്സരിക്കുമെന്ന് കരുതിയിരുന്ന ഇടത്താണ് ഒരു സർപ്രൈസ് ആയിട്ടുള്ള എൻട്രി. അത് NDA ആകട്ടെ 2020 ആകട്ടെ, അവരുടെ കണക്ക് കൂട്ടലുകൾ എങ്ങനെയാണ്, അവരൊരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതി എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമാണ്. NDAയുടെ എല്ലാ തീരുമാനങ്ങളും അത്തരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനമാണ്. ഒരു പക്ക രാഷ്ട്രീയക്കാരനെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിച്ചെടുത്താണ് തീർത്തും നിഷ്കളങ്കമായ സ്നേഹവുമായ ആളുകളോട് അത്രയും അടുത്തിടപഴകുന്ന നിലയിലേക്ക് അഞ്ജലി നായർ വരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു രാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ ഒരു സൗമ്യതയും
ഈ സാധാരണക്കാരുടെ കൂടെയുള്ള ഇതും രണ്ടും കൂടി എങ്ങനെയാണ് ഒത്തുകൊണ്ടു പോകുന്നത്? ഈ രാഷ്ട്രീയം എന്നുള്ളൊരു വാക്കിനേക്കാൾ ഉപരി നമ്മളിപ്പോൾ നമ്മൾക്ക് സ്ഥാനം കിട്ടിയാലും നമ്മൾക്ക് മനസ്സുണ്ടെങ്കിലാണ് നമ്മൾ ഇറങ്ങി കളിക്കുക. നമുക്ക് മനസ്സുണ്ടെങ്കിലാണ് നമ്മൾ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് സമയം കണ്ടെത്തുക. നമുക്ക് മനസ്സുണ്ടെങ്കിലാണ് നമ്മളിത് ചെയ്ത് കാണിച്ചു കൊടുക്കുക. മനസ്സാണ് എല്ലാം. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, എന്ത് രാഷ്ട്രീയം ആയിക്കോട്ടെ, എന്ത് നയമായിക്കോട്ടെ, നമ്മൾക്ക് അത് മനസ്സുകൊണ്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിജയിപ്പിച്ചതുകൊണ്ട് എന്താ കാര്യം? ആ മനസ്സ് എനിക്കുണ്ട് എന്നാണ് ഞാൻ ഊന്നി പറയുന്നത്. ഞാൻ BJPയുടെ മകൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ BJPയുടെ ഒരു കുടുംബം 2020 NDA അങ്ങനെ മാറ്റി നിർത്താതെ ഈ ഒരു വലിയ കുടുംബത്തിലെ ഒരാളാണ് ഞാൻ. ആ സ്നേഹം എല്ലാ നേതാക്കളും എന്നെ അറിയിക്കുന്നുണ്ട്. ഞാൻ പല ഇതിലും കണ്ടു ഇങ്ങനെ പ്രതിഷേധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പല അഭിപ്രായങ്ങളും ട്രഡീഷണൽ ആയിട്ടുള്ള പലരും ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാൻ പിടിച്ചു വാങ്ങിയതോ ഞാൻ നേടിയതോ ഒന്നുമല്ല, എനിക്ക് തന്നതാണ് ഭഗവാൻ തൃപ്പൂണിത്തുറ. അത് ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ പറഞ്ഞു വെക്കുന്നത് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. മനുഷ്യർക്ക് വേണ്ടി, എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന രാഷ്ട്രീയ ചിന്തയാണ് എനിക്കിത്. അതങ്ങനെ തന്നെയായിരിക്കും. എന്തായാലും പ്രചാരണത്തിന് വന്നല്ലേ, നമുക്ക് നടന്നുകൊണ്ട് ആളുകൾ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട്. നമസ്തേ അഞ്ജലി, ചക്കയുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്ത എല്ലാവരോടും പറയാ കേട്ടോ. സന്തോഷം. നമസ്തേ. പേര് അഞ്ജലി, തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ചക്കയുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുക, എല്ലാവരോടും പറയുക, സപ്പോർട്ട് ഉണ്ടാവുക. താങ്ക് യു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വലിയ രീതിയിലുള്ള NDAക്ക് കഴിഞ്ഞ മത്സരത്തിൽ BJPക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച മണ്ഡലമാണ്. നിയമസഭാ ഇലക്ഷനിലാകട്ടെ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ, നഗരസഭയിൽ ഒരു മുന്നണി നമുക്ക് BJPക്ക് ഭരണം പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ NDA എന്നുള്ള വലിയ ഒരു വിശാലമായിട്ടുള്ള സഖ്യത്തിലേക്ക് വരുമ്പോൾ 2020 കൂടി വന്നപ്പോൾ അതിൻ്റെ വലിയ രീതിയിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ വലിയ രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു വിന്നിങ് എന്നുള്ള രീതിയിലേക്ക് തന്നെ പോകാൻ സാധ്യതയുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. എങ്ങനെയാണ് അത് അത്തരത്തിലുള്ള ഈ അടിത്തറ, ഈ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ തൃപ്പൂണിത്തുറയുടെ NDAയുടെ ഒരു എങ്ങനെയാണ് കാണുന്നത്? ഇവരെല്ലാവരും എൻ്റെ കുടുംബം പോലെ വർക്ക് ചെയ്യുന്നതാണ്. എന്നെക്കാളും ഊർജ്ജസ്വലരായിട്ടാണ് എല്ലാവരും എന്നോടൊപ്പം. രാവിലെ വളരെ നേരത്തെ എണീറ്റ് വരുന്നു, വളരെ രാത്രി വരെ എൻ്റെ ഒപ്പം ഉണ്ടാകുന്നു. ഓരോരുത്തരുടെ വീട്ടിൽ പോകാനും അവരുടെ ഒരാളാക്കാൻ എന്നെ ശ്രമിക്കാനും ഒക്കെ ഇവർ കാണിക്കുന്ന എഫോർട്ടൊക്കെ തന്നെ വളരെ വലുതാണ്. ഞങ്ങൾ ഇന്നലെ പള്ളുരുത്തി ഭാഗത്ത് പോയപ്പം അവിടെ ഗ്യാസ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. ഞാൻ അവർക്ക് ഗ്യാസ് എത്തിച്ചു കൊടുത്ത സന്തോഷമാണ് അവർ എന്നോട് പ്രകടിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷവും ഒരു എന്താ പറയുക, നമുക്ക് ഇതിലേക്കുള്ള ഒരു ഇൻപുട്ടൊക്കെയാണ്. നമുക്കത് എല്ലാവരിലേക്കും എത്തണം. നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതൊക്കെ വലിയൊരു കാര്യമാണ്. അവരുടെ അനുഗ്രഹം മൊത്തം ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഞാൻ അറിഞ്ഞതാണ്. പല പള്ളികളിലും പോയി എല്ലാവരും ഈ ഒരു സ്വരത്തിൽ ഇതേ തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുണ്ടായിരുന്നു, ഞങ്ങളോട്. അപ്പം അതുകൊണ്ട് അഞ്ജലിയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് പ്രതികരണം ഉണ്ടായത്. അതൊക്കെ വലിയൊരു കാര്യമാണ്. ഈ ഒരു ചെറിയ കാലയളവിൽ 4 ദിവസമായിട്ടുള്ള പ്രചരണം തുടങ്ങിയിട്ട്. പക്ഷെ ഒരു എന്താ പറയുക, 40 വർഷത്തെ ഒരു പരിചയം, ഒരു അടുപ്പൊക്കെ അങ്ങനെയൊക്കെ അതിനോട് കാണിക്കണം. എനിക്ക് എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റൊന്ന്, ഈ നേരത്തെ തൃപ്പൂണിത്തുറയ്ക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ഒരു രാജകീയമായിട്ടുള്ള തൃപ്പൂണിത്തുറ രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. ഒപ്പം തന്നെ ഈ ക്രിക്കറ്റിന് തുടക്കം കുറിച്ചത്, വൺഡേ ക്രിക്കറ്റിന് തുടക്കം കുറിച്ചത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. അതിനുള്ള സാധ്യത തുടങ്ങിയത് ഇവിടെ നിന്നാണ് എന്നുള്ളൊരു ഐതിഹ്യവും ചരിത്രമൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാരുടെ അടുത്ത് വന്നിട്ട് ഈ ഗ്രൗണ്ട് നമുക്ക് അങ്ങ് മെച്ചപ്പെടുത്തിയെടുക്കണം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ പല പ്രശ്നങ്ങളും തൃപ്പൂണിത്തുറക്കാരുടെ കേട്ടു. അതിലൊരു വലിയ പ്രശ്നവും കൂടിയാണ് നമുക്ക് ഗ്രൗണ്ടില്ല, ഒരു പൊതു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത്. പക്ഷേ മുനിസിപ്പാലിറ്റിയിലുള്ള ഒരുപാട് പേര് അതിന് നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. ആ കൂട്ടത്തിൽ നമ്മളുടെ ഒരു സംഭാവനയും കൂടെ, നമ്മുടെ പാർട്ടിയും കൂടെ കൂടിയിട്ട് അതൊരു വലിയ രീതിയിൽ തന്നെ ഒരു വലിയ ഗ്രൗണ്ടാക്കി മാറ്റണം. അവരുടെ ഒരു വലിയ സ്വപ്നം നടത്തി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു ഗ്രൗണ്ടിൽ പോയപ്പോഴും ഞാനത് പറയുകയുണ്ടായി. ഇന്നിവിടെ ഇത്രയും ചേട്ടന്മാരെ കണ്ടപ്പോഴും എനിക്ക് അവരെ സന്തോഷിപ്പിക്കണം തോന്നി. എനിക്കറിയില്ല എനിക്ക് ആ ഉത്തരവാദിത്തം കിട്ടുമെന്നുള്ളത് 4-ാം തീയതിക്ക് ശേഷം. പക്ഷേ എന്നിരുന്നാലും അത് കിട്ടുകയാണെങ്കിൽ അവരുടെ സ്വപ്നം ഏറ്റവും അടുത്ത് തന്നെ നടത്തി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ഇത്തവണ ഇലക്ഷനിലേക്കുള്ളൂ. കൂടുതൽ സജീവമായിട്ട് ഈ പ്രചാരണത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളായതുകൊണ്ട് ഈ താരങ്ങളെയൊക്കെ പ്രചാരണത്തിൽ പ്രതീക്ഷിക്കാമോ? ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പാലക്കാടത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലും സംസാരിച്ചു രമേശ് ചേട്ടനോടും എല്ലാവരോടും, രവി സാറാണെങ്കിലും എല്ലാവരോടും നമ്മൾ കണക്ഷനായിരുന്നു. ആശംസകൾ അറിയിച്ചു, എനിക്ക് ആശംസകൾ കിട്ടി. പിന്നെ എല്ലാവരോടും പറയുന്നുണ്ട് കൂടെ നിൽക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ളത്. പിന്നെ അവരുടെ ഒരു സമയവും സാഹചര്യവും ഒക്കെയാണല്ലോ, അവർക്കും അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ വരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ വളരെയധികം സന്തോഷകരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആരെയും നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുപോകേണ്ട ഒരു കാര്യമല്ലല്ലോ ഇത്. മമ്മൂട്ടിയെ കൊണ്ടുവരുന്നത് രമേശ് പിഷാരടി ഉറപ്പ് നൽകിയിട്ടുണ്ട്.
അങ്ങനെ ഇരിക്കട്ടെ, ആരൊക്കെ വരുന്നോ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഇനി വരാൻ സാധിച്ചില്ലെങ്കിലും പോലും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ അമ്മയിലെ ഒരു കുടുംബം തന്നെയാണ് ഞാൻ, അവരുടെ അമ്മയുടെ ഒരു ഭാഗമാക്കി കഴിഞ്ഞു. എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിൽ തന്നെ ഒരുപാട് പേരുടെ സ്നേഹം ഞാൻ അറിഞ്ഞതാണ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും എനിക്ക് വേണ്ടി ഒരു നേരം പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് വന്ന് തെളിയിച്ച് കാണിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഇന്നത്തെ പ്രചാരണ പദ്ധതികൾ എങ്ങനെയൊക്കെയാണ്, ഇനി എവിടെയൊക്കെയാണ്? ഇന്നിപ്പോ ഹസ്ബൻഡാണ് എല്ലാം ചാർട്ട് ചെയ്യണത്. ഹസ്ബൻഡിന്റെ കൂടെ നിന്നിട്ട് എവിടേക്കാണ് എന്തൊക്കെയാണ്. ബോയ്സ് ഗ്രൗണ്ടാണ് സ്റ്റാച്യു ജംഗ്ഷനിലെ. പിന്നെ അത് കഴിഞ്ഞ് എരൂരാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. എരൂർ ഭാഗത്തേക്ക് ഞങ്ങളുടെ തറവാട്. ആ തറവാട് ഭാഗത്ത് അവരെല്ലാവരെയും വീണ്ടും ഒന്നും കൂടെ കാണണം. ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടെ ഒന്ന് ഈ സ്ഥാനാർത്ഥിയായിട്ട് കാണണമല്ലോ. സ്ഥാനാർത്ഥിയായിട്ടുള്ള മാറ്റം എങ്ങനെയുണ്ട്? എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കാരണം വേറെ നമുക്ക് സന്തോഷം തന്നെയാണ്. എന്തായാലും രാഷ്ട്രീയ സംസാരങ്ങൾ സംസാരിച്ചു തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെയൊന്നുമല്ല. ഇപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് നല്ല സ്വീകരണമാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞങ്ങൾ പള്ളുരുത്തിയിൽ ഒരു പള്ളിയിൽ പോയി. ആ പള്ളിയിൽ പോയപ്പോൾ അവരെല്ലാവരും നമ്മുടെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞേക്കണത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വെള്ളം 2 ആഴ്ചയായി വെള്ളം കിട്ടിയിട്ട്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഒരു വെള്ളം കയറുന്ന ഒരു പറഞ്ഞു. അപ്പോൾ അവർ ഒരുപാട് എല്ലാവരും വന്ന് വോട്ടും മേടിച്ച് വിജയിച്ച് പോകത്തേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ വാഗ്ദാനങ്ങൾ നൽകി പിരിഞ്ഞു പോണവരല്ല. നമ്മൾ ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനായിട്ടാണ്, വികസനം കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥികളെ എല്ലാവരെയും നിർത്തിയേക്കണത്. അപ്പോൾ വികസനമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 പേരും മാറി മാറി ഭരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു കാലിലെ മന്തെടുത്ത് ഇപ്പുറത്തെ കാലിലേക്ക് വെക്കുക എന്നല്ലാണ്ട് ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. നമ്മൾ ഈ സിറ്റി വിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് നമ്മൾക്കതിൻ്റെ ബോധ്യമാകുന്നത്. അപ്പം നമ്മൾ നല്ലൊരു സ്ഥാനാർത്ഥിനെയും കൂടെയാണ് നമ്മൾ നിർത്തിയേക്കണത്. അപ്പം നമ്മൾ വിജയിക്കും. കൂടുതൽക്കാർക്ക് പ്രശ്നമൊന്നുമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. ഞാൻ പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ്. ഒരു കുഴപ്പമില്ല. എല്ലാ പ്രശ്നമില്ലല്ലോ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഇങ്ങേരെ കൊണ്ടും ഇല്ല, നമ്മുടെ പാർട്ടിയിലുള്ളവർക്കും ഒരു കുഴപ്പമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും പ്രചാരണത്തിൻ്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി. മനുഷ്യത്വത്തിൻ്റെ സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് അവർ പറയുന്നത്. അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. വലിയ രീതിയിലുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയും NDAയും തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ. ശരി, സ്ഥാനാർത്ഥിയുടെയും മിഥുന്റെയും ഒരു ഷോ ആയിരുന്നു അല്ലേ? അതെ അതെ അതെ. ഇതിനത് വളരെ നന്നായി കൈകാര്യം ചെയ്തു. സ്ഥാനാർത്ഥിയിലൂടെ പറയാനുള്ളതെല്ലാം പറയിപ്പിച്ചു. ഒരു പുതിയ ആളാണ്, സിനിമയിൽ നമുക്ക് പരിചിതമായ ഒരു മുഖമാണ്. പക്ഷേ എന്ത് വിശാലമായ കൺസെപ്റ്റാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാനുഷികമായ രാഷ്ട്രീയമാണ് എൻ്റേത്. ഞാൻ പണ്ടും ഇങ്ങനെയാണ്. ഇപ്പോൾ രാഷ്ട്രീയം എന്നത് എൻ്റെ അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഈ പ്രവൃത്തികൾ കാണുമ്പോൾ നീ നല്ലൊരു രാഷ്ട്രീയക്കാരിയാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന്. പക്ഷേ അത് ഇങ്ങനെ സ്ഥാനാർത്ഥിയാകുമെന്ന് കണ്ട് പറഞ്ഞതല്ല. ആ പ്രവൃത്തികൾ അങ്ങനെയാണ്. ഞാൻ പലയിടത്ത് താമസിച്ചിട്ടുണ്ട്. എൻ്റെ 20 വീട് അപ്പുറവും 20 വീട് ഇപ്പുറവും എനിക്ക് എൻ്റെ വീട് പോലെയാണ്. അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടാറുള്ള ഒരാളാണ് ഞാൻ എന്ന് പറയാം. അപ്പോൾ മാനുഷികമായ രാഷ്ട്രീയം, നല്ലൊരു കൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കാൻ. ഓക്കെ. എന്തായാലും തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥിക്കൊപ്പം മിഥുൻ അയ്യപ്പനാണ് ചേർന്നത്.